എല്ലാവർക്കും ദ റോമിംഗ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വരാൻ പോകുന്നത് ഇനി നമ്മുടെ ലഡാക്ക് ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ബെൽ ബട്ടൺ ഞെക്കി റെഡി ആയിട്ടിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പള്ളിയിലേക്കാണ്. അവിടുന്ന് നമ്മൾ നേരെ ലക്സോൺ ഡാറ്റയിലേക്ക് പോകും. അവിടുന്ന് ഫ്ലാഗ് ഓഫിന് ശേഷം നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരെയും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഭൂട്ടാനിൽ നാത്തുല പാസ് ഈ പ്രാവശ്യം ലേ പോകണം. ലേ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അന്ന് പെഹൽഗാം ഇൻസിഡൻ്റൊക്കെ ഉണ്ടായ സമയത്ത് ഞങ്ങൾക്ക് പോയില്ല. ഈ പ്രാവശ്യം ലേ ഏതായാലും പോകുന്നുണ്ട്. ശ്രീനഗർ തൊട്ട് നല്ല ടഫ് ടെറൈനാണ്. കാരണം ഇപ്പോൾ മണ്ണിൽ മഞ്ഞിരിക്കലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. ഞാൻ ഡ്രൈവുമായിട്ടാണ് പോകുന്നത്. സാറ് നെക്സോൺ ഡ്രൈവ് എടുത്തതാണ് ഞങ്ങൾക്ക് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പം ആ വണ്ടിക്ക് ആ സമയത്ത് നമ്മൾ കിട്ടിക്കൊടുക്കുന്ന റേഞ്ച് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ടിയാഗോയ്ക്ക് പറയുന്ന റേഞ്ചാണ്. അതായത് 200 to 280 കിലോമീറ്റർ റേഞ്ച് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും കൂടെ എക്സ്പീരിയൻസ് ആണ്, റിയൽ ടൈം എക്സ്പീരിയൻസ് ആയിട്ടുള്ളതാണ് എക്സ്പീരിയൻസ്. ഈ വണ്ടി ഉപയോഗിക്കൊണ്ട് യൂസ് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ നോർമൽ പെട്രോൾ ഡീസൽ വണ്ടികൾ കൊണ്ടുപോകാം. ട്രാവൽ ചെയ്യുന്ന പെട്രോൾ ഡീസൽ കൊണ്ടുപോകുന്നത് വളരെയധികം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വണ്ടി കൊണ്ടുപോകുന്നത് ലൈവ് എക്സാമ്പിളാണ്. അങ്ങനെ നമ്മുടെ യാത്ര ഒഫീഷ്യൽ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നേറുകയാണ്. ഇപ്പം നമ്മൾ കുട്ടിക്കാനത്തോടെത്തും. കുട്ടിക്കാനത്ത് തേയില റെസ്റ്റോറൻറ്റിൽ ചാർജ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ. നമുക്കിന്ന് അടിപൊളിയായിട്ടൊരു ഫോണറിങ് കിട്ടി ലക്സോൺ ഡാറ്റയിൽ. അവിടുന്ന് നമ്മൾ ഫ്ലാഗ് ഓഫ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാഞ്ഞിരപ്പള്ളിയിലെ നമ്മുടെ ലക്സോൺ ഡാറ്റയുടെ ഷോറൂമിൽ സർവീസ് സെൻറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ട് നമ്മൾ നേരെ ലേ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. 3-4 ദിവസത്തിന് മേളിലെടുക്കും. നമ്മൾ കുട്ടിക്കാനം കയറിക്കൊണ്ടിരിക്കുകയാണ്. പെരുവന്താനം ആയപ്പം തൊട്ട് മഞ്ഞ് കാണുന്നുണ്ട്. നല്ല കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. 24 ഡിഗ്രി ഒക്കെ ആയി. അതുകൊണ്ട് AC ഇടാതെ കയറിപ്പോന്നു. സംഭവം കാലാവസ്ഥ നല്ലതാണ്. കേരളത്തിൽ ഇന്ന് തൊട്ട് അതിശക്തമായ മഴയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ മഴയുടെ ശക്തിയൊന്നും കാണുന്നില്ല. പക്ഷെ ഇനി കാണാമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ ഫോണിലെടുത്താൽ നല്ല മഞ്ഞാണ്. പോലീസ് വണ്ടി പുറകെയുണ്ട്.